ഹലോ, ഒരുപാട് സന്തോഷത്തോടു കൂടിയും എന്നാൽ കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു വൈബ്സ്. എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി എന്റെ ചാനലും 2K ഫാമിലിയിലേക്ക് കടന്നിരിക്കുകയാണ്. അത് വളരെ സന്തോഷം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഷോർട്സ് നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്. ഏകദേശം 1 മില്യൺ ആവാറായിട്ടുണ്ട്. അതൊരു ഹോസ്പിറ്റൽ വീഡിയോ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് കമന്റ്സും കുറച്ച് നെഗറ്റീവ് കമന്റ്സും വന്നിട്ടുണ്ട്. പോസിറ്റീവ് കമന്റ്സ് വന്നതിൽ വളരെ സന്തോഷം. കാരണം വെച്ചാൽ അദ്ദേഹം ചെയ്ത ആ കാര്യത്തെ അക്സെപ്റ്റ് ചെയ്ത് അത് അംഗീകരിച്ച് അഭിനന്ദിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നീട് എനിക്ക് സങ്കടം ഉണ്ടാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് കുറച്ചേ വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കമന്റ് തന്നെയായിരുന്നു കേട്ടോ. എന്ത് തരം ചിന്താഗതിയാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക്, നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അല്ല, ആ കമന്റ് ഇട്ട വ്യക്തിയുടെ ചിന്താഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ആ കമന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കമന്റ് ഇങ്ങനെയാണ്: ഞാനും ഇങ്ങനെയാണ്, ആരാന്റെ പന്തലിൽ വന്നാൽ എന്റെ വിളമ്പൽ കാണാം, അമ്മ സുന്ദരി, ലേ ചേട്ടൻ അമ്മയെ മുൻപേ നോട്ടം ഇട്ടിരുന്നു. എന്താ ഇത്? എനിക്ക് മനസ്സിലായില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമല്ല ചെല്ലുന്നത്, ഞങ്ങൾ മാത്രമല്ല ചെല്ലുന്നത്, ഒരുപാട് പേര് ചെല്ലും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടമായ ചിന്താഗതിയുള്ള മനുഷ്യർക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാം? അവൾ അത്രയും ആഗ്രഹിച്ചാണ് ആ മനുഷ്യനോട് ചോദിച്ചത്. അവളുടെ മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും കണ്ടാണ് ആ മനുഷ്യൻ അതിന് സമ്മതിച്ചത് തന്നെ. അല്ലാതെ എന്നെയോ അല്ലാതെ വേറെ ആരെങ്കിലും അമ്മയോ അച്ഛനെയോ കുട്ടിയോ ഒന്നും കണ്ടിട്ടല്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വളരെ കഷ്ടമാണ്. വേറൊരു കാര്യം, അങ്ങനെ ആ ചേട്ടന്റെ ജോലിയുടെ കാര്യം തീരുമാനമായി. സൂപ്രണ്ടിന് പരാതി കിട്ടിയിട്ടുണ്ട്. ഉടനെ സസ്പെൻഷൻ ആകും. ആ ചേട്ടന് സസ്പെൻഷൻ കിട്ടും എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിളിച്ച് ചോദിച്ചു, ഞാൻ കമന്റ് ഇട്ടു, നിങ്ങൾ ആർക്കെങ്കിലും പേഴ്സണലി അറിയാമെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ, കമന്റ് ചെയ്യണേന്ന് ഇട്ടു. അപ്പൊ അതിനും പോസിറ്റീവായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. പിന്നീട് ഈ കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് പറയത്തേ ഇല്ല. ഇത് ഉണ്ടാക്കിയ കണ്ടന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ല, ഞാനത് ഉണ്ടാക്കിയതേ ഇല്ല. അവിടെ എത്തിയെന്നത് വരെ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അടുത്ത ദിവസം രാത്രി കുട്ടിയെ കൊണ്ടുപോയപ്പോൾ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ്. അപ്പം ആ സമയത്ത് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് വീഡിയോ എടുക്കണേന്ന് അനിയത്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വയ്യാതിരിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും എല്ലാം വീഡിയോ എടുക്കുന്നതിനിടയിലാണ് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് കിട്ടിയത്. പിന്നീട് അവള് ഞാനും കൂടെ ചോദിക്കാൻ പോകുന്ന കാര്യം ഞാൻ എടുത്തിട്ടില്ല. കാരണം ലിഫ്റ്റിനകത്ത് കയറുന്ന ഒരു പോർഷൻ മാത്രം, അതും അദ്ദേഹം അറിയാതെയാണ് കിട്ടിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തു എന്നാണ്. ഇത്രയും റീച്ച് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പൊ 1 മില്യൺ എടുക്കാറായി. വളരെ സന്തോഷം. അപ്പൊ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അഭിനന്ദിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കുറ്റപ്പെടുത്താതെ എങ്കിലും ഇരിക്കുക. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജോലി പോകുമെന്ന് നിസ്സാരമായിട്ട് നിങ്ങൾ പറഞ്ഞു, സസ്പെൻഡ് ചെയ്യുമെന്ന് നിസ്സാരമായിട്ട് നിങ്ങൾ ഒരു കമന്റ് ചെയ്തു. എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഒരു മനുഷ്യന് ജോലി കിട്ടുന്നത്? ആ കഷ്ടപ്പെടും. ആ ഒരു കുടുംബം മുഴുവനും അദ്ദേഹത്തെ ആയിരിക്കും ആശ്രയിച്ച് നിൽക്കുന്നത്. നിങ്ങൾക്കൊരു വാക്കുകൊണ്ട് അത് പറയുമ്പോൾ തീർന്നു. അപ്പം എനിക്ക് ആ ഒരു കമന്റ് കണ്ടില്ല എന്ന് അടിക്കാം. പക്ഷേ ആ കമന്റ് കണ്ട സമയത്ത് അയ്യോ, ഞാൻ ചെയ്ത് ദ്രോഹമായി പോയല്ലോ, ഒരാളെ കുറ്റപ്പെടുത്തണം അല്ലെങ്കിൽ ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് സസ്പെൻഷൻ ആവുന്ന പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഹേർട്ടായി. ഞാൻ എത്ര പേരെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ട്. എന്റെ കൂട്ടുകാരി LLBക്ക് പഠിക്കുകയാണ്. ഞാൻ അവളെയൊക്കെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ സസ്പെൻഷൻ ആവാൻ കാരണമാവോ, ഞാൻ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാവോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് ഹേർട്ടായി. ചേട്ടൻ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ്. ഞാനിപ്പോ അതിനെ വീഡിയോ എടുത്തു എന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടു, ഞാൻ റീച്ചായി, എനിക്ക് പൈസ കിട്ടി, അങ്ങനൊന്നും ഇല്ല. എനിക്ക് നല്ലതായിട്ട് തോന്നി. ഞാൻ ഓരോ കണ്ടന്റുകൾ ചെയ്തിടുന്നതിലും കുറച്ച് നന്നായിട്ട് എനിക്ക് തോന്നി, നല്ലതാണെന്ന് തോന്നി, നന്മയാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്ത ലക്ഷക്കണക്കിന്, ഇപ്പം 10 ലക്ഷം അടുപ്പിച്ച ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. അതിൽ ഒരു 9 ലക്ഷം പേര് അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടാറ്റ.